നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അടുത്ത അതിജീവിത വേലിചാടി പുറത്തേക്ക്. കാനഡക്കാരി കഴിഞ്ഞു, ഇനി ദുബായ്ക്കാരി. സൈബറിടം കത്തുന്ന യുദ്ധമാണിപ്പോൾ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതകൾക്ക് ഒരറുതിയുമില്ല. തീരുമ്പോൾ ഓരോന്ന് പുറത്തേക്ക്. മൂന്നാം പരാതിയും ഏകദേശം കട്ടപ്പുറത്തായതോടെ അടുത്തത് തട്ടേൽ കയറ്റാൻ CPM നെറികേടെന്ന് രാഹുൽ ആർമി ഇരച്ചിറങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലൊന്നും കൂസാതെ അതേ ചിരിയുമായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ താൻ കേസ് കൊട്, എന്നാൽ പിണറായി കേസ് എടുക്ക് എന്ന ലൈൻ. അടുത്ത വരാനിരിക്കുന്ന പരാതിയേലും പോലീസിന്റെ കയ്യിലൊന്ന് കൊടുക്കണേ. അതോ ദുബായ്ക്കാരിയും പിണറായിക്ക് ഇമെയിൽ അയക്കുമോ, അതോ KPCC പ്രസിഡന്റിന് അയക്കുമോ? ഇനി വെറൈറ്റി പിടിച്ച് AICCക്കാണോ അയക്കാൻ പോകുന്നതെന്ന് ട്രോളോട് ട്രോളാണ് രാഹുൽ ആർമി പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ദീപ ജോസഫാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത പരാതിക്കാരി ഉടൻ പുറത്തേക്ക് വരുമെന്ന് വ്യക്തമാക്കി ഒരു പോസ്റ്റ് പങ്കുവച്ചത്. ഇതിന് പിന്നാലെ വീണ്ടും സൈബർ ഇടത്തിൽ പോരാണ്. രാഹുലിനെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തേക്ക് വരികയാണ്. ഇതും വിജയന്റെ തിരക്കഥയാണോ എന്ന് രാഹുൽ അനുകൂലികൾ മുഖ്യനെ കുടയുന്നു. പോലീസ് ഇനിയെങ്കിലും സംയമനം പാലിക്കുക. കാനഡക്കാരിയുടെ മൊഴിയെടുക്കാൻ ഓടിയ ഓട്ടം ഓർമ്മയുണ്ടല്ലോ. ക്രെഡിബിലിറ്റി ഇല്ലാത്ത അതിജീവിതമാർക്ക് പിറകെ പോയി സേനയുടെ മാനം കളയരുതെന്ന് പോലീസിന് മറുപടി. ഇമെയിൽ വഴി ഇനി ഒരു പരാതി വന്നാൽ ആ മെയിൽ തുറക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് മുട്ടിടിക്കും. കാരണം കോടതികളിൽ നിന്ന് കിട്ടിയ അടിയുടെ ചൂട് മുഖ്യൻ മറക്കില്ല. ഈ കോൺഫിഡൻസിൽ പുതിയ പരാതി വന്നാൽ അങ്ങ് കേസെടുക്ക് വിജയ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വെല്ലുവിളി. രാഹുൽ നിയമപരമായി തെറ്റുകാരനല്ല എന്ന് ഹൈക്കോടതി പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ. കൂടാതെ ഒരു ബലാത്സംഗ കേസ് വാദത്തിനെടുത്ത സുപ്രീം കോടതി പറഞ്ഞ ഉത്തരവ് രാഹുൽ കേസിൽ നോക്കുമ്പോൾ അനുകൂലമായി വന്നിരിക്കുകയാണ്. വിവാഹം കഴിച്ച സ്ത്രീകളെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുമെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഇത്തരം കേസുകളുമായി കോടതികളുടെ സമയം മെനക്കെടുത്താൻ വന്നേക്കരുതെന്നായിരുന്നു കോടതി ഉത്തരവ്. സൗഹൃദമുണ്ടായിരിക്കുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, പിന്നീട് ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ ബലാത്സംഗ പരാതി, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തന്നെ ബോംബ് പൊട്ടിച്ചതോടെ ഫേക്ക് അതിജീവിതകളുടെ അടപ്പ് തെറിച്ചിട്ടുണ്ട്. ഇനിയും ഇമ്മാതിരി കേസെടുത്ത് പണി മേടിക്കാൻ പിണറായി നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനി വരാനിരിക്കുന്ന പരാതിക്കാരിയും വിവാഹിതയാണെന്നാണ് സൂചനകൾ. ഭർത്താക്കന്മാരെ ചതിച്ച ഇവളുമാർക്കെതിരെ കേസെടുക്കണമെന്ന മുറവിളി ഇപ്പോൾ ശക്തമാകുകയാണ്. രാഹുലിനെതിരായി അതിജീവിതകളുടെ കുത്തൊഴുക്ക് ഒന്നും അവസാനിക്കില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. രാഹുലിനെതിരെ അതിജീവിതകൾ ഇനിയും രംഗത്ത് വരും. ചില CPM സൈബർ ഗ്രൂപ്പുകളിൽ പലപ്പോഴായി പുറത്തു വന്നിട്ടുള്ള പോസ്റ്റുകളാണ് ഇത്. അന്ന് ഇതിനെ പുച്ഛിച്ച് തള്ളി. എന്നാൽ അങ്ങ് വരട്ടെ എന്ന് രാഹുൽ ആർമി തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ CPM സൈബർ വെട്ടുകിളി കൂട്ടത്തിന് അന്നേ എവിടെ നിന്നൊക്കെയോ ചില വിവരങ്ങൾ ചോർന്നു കിട്ടിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അഡ്വക്കേറ്റ് ദീപ ജോസഫ് അടുത്ത പരാതിക്കാരി ക്യൂവിൽ ഉണ്ട്, ഉടൻ പുറത്തേക്ക് ചാടുമെന്നൊരു വെടി പൊട്ടിച്ചതോടെ പല കോണിലാണ് ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രാഹുലിനെതിരായ പരാതികൾ വെച്ച് കളിക്കാൻ തന്നെ CPM പദ്ധതിയെന്ന് വാദങ്ങൾ. ഇനിയും പരാതികൾ വരാനുണ്ട്, അതിജീവിതകൾ വരാനുണ്ടെന്ന വിവരങ്ങൾ CPM സൈബർ ഗ്രൂപ്പുകൾക്കും മാധ്യമങ്ങൾക്കും എങ്ങനെ കിട്ടി? അതിജീവിതകളെ പിന്തുണയ്ക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ സത്യം പലതും മറച്ച് എന്തിന് സ്ക്രീൻഷോട്ടുകൾ പങ്കുവയ്ക്കുന്നു? അതിജീവിതമാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇതൊക്കെ എങ്ങനെയാണെന്ന് ജനം സംശയത്തോടെ ചോദിക്കുന്നു. രാഹുൽ കേസിൽ അതിജീവിതകളും അവരെ പിന്തുണയ്ക്കുന്നവരും ഉയർത്തുന്ന എല്ലാ വാദങ്ങളും കോടതികളിൽ പൊളിഞ്ഞു വീഴുന്നതാണ് കേരളം കാണുന്നത്. കോടതി തന്നെ ഇവരെയെല്ലാം ഓടിക്കുന്ന കാഴ്ച. ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഭരണകൂടത്തിന് നേരെയും പോലീസിന് നേരെയും CPMന് നേരെയുമാണ് ജനം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഒന്നാം പരാതിക്കാരിയുടെ കേസിൽ രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ചില പ്രധാനപ്പെട്ട വാദങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം രാഹുലിന് അനുകൂലമായി മാറുന്ന കാഴ്ച. രാഹുലും പരാതിക്കാരിയും തമ്മിലുണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നതെന്ന് കോടതി പറഞ്ഞു. എന്നാൽ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ ആരോപണം ഉയർത്തുന്നത് ശരിയല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് രാഹുലിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിച്ചത് പരാതിക്കാരിയുടെ സമ്മതത്തോടെ ആയിരുന്നുവെന്നും ആ സമ്മതം ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ ഉണ്ടായതാണോ എന്ന കാര്യം കേസിന്റെ വിചാരണാ വേളയിലാണ് തെളിയിക്കേണ്ടതെന്നുമാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉത്തരവിൽ പറഞ്ഞത്. ഒരു മാസം മുൻപുണ്ടായ സംഭവത്തിൽ മാനസികമായി വളരെയേറെ തകർന്നു എന്ന് പറയുന്ന പരാതിക്കാരി
ഒരു മാസത്തിനുള്ളിൽ സ്വമേധയാ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തി അവിടെ താമസിച്ചു എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമായി തോന്നുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. അവിടെ വെച്ചും ലൈംഗിക അതിക്രമം ഉണ്ടായെന്നും എന്നിട്ടും അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചെന്നോ അല്ലെങ്കിൽ തന്നെ തടഞ്ഞു വെച്ചെന്നോ അവകാശപ്പെടാതെ പരാതിക്കാരി 2 ദിവസം കൂടി ആ ഫ്ളാറ്റിൽ തന്നെ തുടരുകയാണ് ഉണ്ടായതെന്നും കോടതി പറയുന്നു. പ്രഥമ ദൃഷ്ട്യാ ഇത് കാണിക്കുന്നത് ഇരുവർക്കുമിടയിലുള്ളത് ഉഭയകക്ഷി ബന്ധമായിരുന്നു എന്നാണ്. എന്നാൽ അക്കാര്യങ്ങൾ വിചാരണയിലാണ് തെളിയേണ്ടത്. ശാരീരിക ബന്ധത്തിന് സന്നദ്ധതയല്ലായിരുന്നുവെങ്കിൽ വിവാഹിതയും പക്വതയുമുള്ള ഒരു സ്ത്രീ ഹർജിക്കാരനെ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുകയും അയാളുടെ പാലക്കാടുള്ള ഫ്ളാറ്റിലേക്ക് ഇടയ്ക്കിടെ പോയി അവിടെ താമസിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും കോടതി പറഞ്ഞിരുന്നു. ഈ സമയത്തൊന്നും പരാതികൾ നൽകിയിട്ടില്ല. മാത്രമല്ല, പ്രതിയും പരാതിക്കാരിയും തമ്മിലും പരാതിക്കാരിയും 2ാം പ്രതിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും സൂചന നൽകുന്നത് ഏപ്രിൽ ഒടുവിലും മെയ് ഒടുവിലും ഉണ്ടായത് ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധം തന്നെ ആയിരുന്നു എന്നാണ്. ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ കേസിലെ മറ്റ് അതിജീവിതകൾക്കും തിരിച്ചടിയാണ്. കാരണം ഇവരുടെയൊക്കെ പരാതിയിലുള്ളത് ഒരേ ആരോപണങ്ങളാണ്. ലൈംഗിക ബന്ധം നടന്നപ്പോൾ അതിക്രൂരമായി വേട്ടയാടി, ബലാത്സംഗം ചെയ്തു, ശരീരമാസകലം കീറിപ്പൊളിച്ചു, പിന്നീട് ഈ പറയുന്ന പോലെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. ഇത്തരത്തിലാണ് ഈ പരാതികളെല്ലാം ഒരേ പാറ്റേണിലുള്ളതാണ്. ഇതൊക്കെ കൊണ്ടാണ് കോടതികൾ വലിയ സംശയം ഈ കേസിൽ ഉയർത്തിയതും രാഹുലിന് അനുകൂലമായി ഇതെല്ലാം കോടതി ഉത്തരവുകൾ മാറിയതും. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഈ പരാതിക്കാരികളുടെ കാര്യത്തിൽ കോടതികൾക്ക് പോലും മനസ്സിലാകുന്നത്. അതാണ് കോടതി ഇതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞത്. ഇവിടെ രാഹുലിനെതിരായ ഏറ്റവും വലിയൊരു പരാതിയായിട്ടുണ്ടായിരുന്നത്, അതായത് രാഹുലിന് പണി കിട്ടാൻ പോകുന്ന ഒരു പരാതി ഉണ്ടായിരുന്നത് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ അത് പരാതിക്കാരി സ്വമേധയാ അത് ചെയ്തതാണ് എന്ന് കോടതിക്ക് പോലും പറയേണ്ടി വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും വലിയ തിരിച്ചടികളാണ് ഈ കേസിൽ വാദം തുടങ്ങുമ്പോൾ ഉണ്ടാകാനിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുകയാണ്. അവിടെയാണ് ഇനി ഒരു പരാതി കൂടി വരാനിരിക്കുന്നു എന്നുള്ളത് ചില സൂചനകൾ പുറത്തു വരുന്നത്. അതായത് 1, 2, 3 പരാതികളിൽ ഒന്നിലും രാഹുലിനെ കുടുക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടതോടുകൂടി മറ്റൊരു പരാതിയുമായിട്ട് ഭരണകൂടം രംഗത്തിറങ്ങിയിരിക്കുന്നോ, അതോ CPM രംഗത്തേക്ക് വരികയാണോ, അതോ രാഹുലിനെ തീർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടർ അടുത്ത പണി തുടങ്ങിയോ എന്നുള്ള ചില സംശയങ്ങളാണ് ഇപ്പോൾ ജനങ്ങളും ഉയർത്തുന്നത്. 1ാം പരാതിക്കാരി മാത്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. 2ാം പരാതിക്കാരി ബംഗളൂരുവിലാണ്. 3ാം പരാതിക്കാരി കാനഡയിൽ. ഇനി വരാനിരിക്കുന്നതോ അത് ദുബായിൽ. വിദേശി മലയാളി പെണ്ണുങ്ങളോടാണോ രാഹുലിന് താല്പര്യം? വിദേശത്തുള്ള മലയാളി പെണ്ണുങ്ങൾക്ക് കേരളത്തിൽ കിടക്കുന്ന രാഹുൽ മതിയോ? ഇവർക്കൊക്കെ ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യമാണോ എന്ന് പച്ചയ്ക്ക് സൈബർ ഇടത്തിൽ പോസ്റ്റുകളും കമന്റുകളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേസും കൊണ്ട് വരുന്നവരൊക്കെ ചോദ്യമുനയിലാകുന്നു. രാഹുൽ വിഷയത്തിൽ ഏതെങ്കിലും ഒരു കേസ് ജെനുവിൻ ആയിരുന്നുവെങ്കിൽ കേരളം ഒപ്പം നിന്നേനെ എന്ന് ജനം പ്രതികരിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധം, പിന്നെ ഒരുത്തനെ മാത്രം മോശക്കാരനാക്കി അവനെ പാതാള കുഴിയിലേക്ക് അങ്ങ് പുതയ്ക്കാനുള്ള നീക്കം, അതിന് ഭരണകൂടത്തിന്റെ ഒത്താശ. ഈ നെറികേട് 8ആയി മടക്കി അങ്ങ് പോക്കറ്റിൽ ഇട്ടോളാനാണ് ജനം പ്രതികരിച്ചു തുടങ്ങിയത്. ജനം ഇങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തല ഉയർത്തി. പുതിയ പരാതി വരാൻ പോകുന്നു എന്ന അഭ്യൂഹം പുറത്തു വന്നിട്ടും കൂസലില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുകയാണ്. തുരുതുര കേസുകൾ പുറത്തേക്ക് വന്നപ്പോഴും, കോടതി കയറി ഇറങ്ങേണ്ടി വന്നപ്പോഴും, പോലീസിന്റെ കസ്റ്റഡിയിലായപ്പോഴും, ജയിലിൽ കിടന്നപ്പോഴും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ഭരണകൂടത്തെയും മാധ്യമങ്ങളെയും പോലീസിനെയും അയാളെ വേട്ടയാടാൻ കാത്തു നിൽക്കുന്നവരെയും ഒക്കെ വെറി പിടിപ്പിച്ച ഒരു ചിരി. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്ത് ആ ചിരി തന്നെയാണ് ഉള്ളത്. എത്ര പത്തിക്കടിച്ചിട്ടും ഇവൻ അങ്ങോട്ട് ചാകുന്നില്ലല്ലോ എന്നാണ് ഇയാൾക്കെതിരെ നിൽക്കുന്നവർ ഇപ്പോൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങ് കൊന്നു കുഴിച്ചു മൂടാൻ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന് ജനം പച്ചയ്ക്ക് പറയുന്നുണ്ട്. എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തകർക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത്ര പക? അതാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്, വലിയ കൈയുണ്ടെന്ന് ജനം വ്യക്തമായി പറയുന്നു. ഇവിടെ രാഹുലിനെതിരെ അടുത്ത പരാതി വരാൻ പോകുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദീപ ജോസഫ് പങ്കുവെച്ച ആ പോസ്റ്റ് ഒന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കേരളം വ്യാജ അതിജീവിതമാരുടെ നാടാകുന്നു. എനിക്ക് കിട്ടിയ അറിവുകൾ ശരിയാണെങ്കിൽ അടുത്ത അതിജീവിത കളത്തിലേക്കിറങ്ങാൻ റെഡിയായി നിൽക്കുന്നു. അതും ദുബായ് ബേസാണ്. ഇലക്ഷൻ വരെ ഇങ്ങനെ നീളും. അത് കഴിഞ്ഞാൽ കെട്ടടങ്ങും. തിരക്കഥ റെഡിയാണ്. പലരുടെയും ഔദാര്യം കൊണ്ട് ചെറ്റക്കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തിയ
കെട്ടിയോനെ കൂട്ടത്തിൽ നിർത്താതെ നാട്ടിലെ കൊട്ടാരം നോക്കാൻ ഏൽപ്പിച്ച് ദുബായിൽ വിലസുന്ന ആളാണ് അടുത്തതായി അരങ്ങിലേക്ക് വരാൻ പോകുന്നത്. ഉടനെ തിരശീല പൊങ്ങും. ബഹുമാനപ്പെട്ട കേരളം ഹൈക്കോടതി സ്വദേശത്തും പ്രവാസത്തും ഉള്ള മലയാളികൾക്ക് വല്ലാത്ത നാണക്കേടായി മാറിയിരിക്കുന്ന ഈ സമ്പ്രദായം ഒന്ന് നിർത്തലാക്കാൻ വേണ്ട സത്വര നടപടികൾ എടുക്കാൻ കനിയണം. വ്യാജരെ നിർവ്യാജം അകത്തിടാൻ പോലീസിന്റെ സഹായം ഉണ്ടാകണം. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണിത്. ഒരു പണിയുമില്ലാത്ത, സത്യസന്ധത തൊട്ട് തേച്ചിട്ടില്ലാത്ത മീഡിയയും സജീവമാകും. അഭിഭാഷകയായ ഞാൻ സത്യം തുറന്നു കാണിക്കാൻ നീതിക്ക് കൂട്ടുനിന്നിട്ട് മീഡിയ വാർത്ത കണ്ട് പകച്ചത്. ഞാനൊരു അതിജീവിതയായി ആരുടെയൊക്കെയോ ഗർഭം അലസിപ്പിച്ചു, ആർക്കൊക്കെയോ എതിരെ പരാതി കൊടുത്തു, മാനം പോയ പോലെ ആക്കിയ മീഡിയ അറ്റാക്കിന് നമോവാകം. യഥാർത്ഥ അതിജീവിത ഇന്നും വെളിയിൽ നീതിക്കായി അലയുന്നു. കാരണം അവർ പെയ്ഡ് സർവീസിൽ വന്ന ആളായിരുന്നില്ല. പീഡകൻ പാർട്ടിയുടെ വേണ്ടപ്പെട്ടയാളും. പീഡകരെ മന്ത്രിയും MLAയുമാക്കി വാഴിക്കുന്ന പാർട്ടിയും സർക്കാരും യഥാർത്ഥ അതിജീവിതമാരെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ആൾക്കൂട്ട അറ്റാക്കിലൂടെ നിശബ്ദയാക്കുന്നു. ഇതാണ് ദീപ ജോസഫ് പങ്കുവച്ച പോസ്റ്റ്. നമുക്കറിയാം, ദീപ ജോസഫ് പലതവണ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുള്ള, നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ദീപ ജോസഫിൻ്റെ ചില എഴുത്തുകൾ അതിജീവിതമാരെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ളതായിപ്പോയി. അതിന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയും കിട്ടിയിരുന്നു. എന്തൊക്കെ വാക്കുകളാണ് നിങ്ങൾ അതിജീവിതമാർക്കെതിരെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ സുപ്രീം കോടതി വലിയ രീതിയിൽ ദീപ ജോസഫിനെ വിമർശിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും രാഹുൽ വിഷയത്തിൽ അവർ കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയും. രാഹുലിനെ പൂർണ്ണമായും പിന്തുണച്ചാണ് അവർ സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഫേക്ക് അതിജീവിതകളുടെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ച് രംഗത്ത് വന്നതോടുകൂടി ദീപ ജോസഫിന് നേരെ വലിയ സൈബർ ആക്രമണം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ ദീപ ജോസഫിനെതിരെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവളാണ് രാഹുലിന് വേണ്ടി പിൻപ് പണിയെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ വലിയ ഒരു ആക്രമണം ദീപ ജോസഫിന് നേരെ നടക്കുന്നത്. പക്ഷേ ഇതിലൊന്നും കൂസാതെ ദീപ ശക്തമായി തന്നെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഈ പറയുന്ന ഷഹനാസും റിനിയും അതുപോലെ തന്നെ ഹണി ഭാസ്കറും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വലിച്ചു കീറി ഒരു വശത്ത് നിൽക്കുന്നുമുണ്ട്. അവരെ പിന്തുണയ്ക്കുന്ന മറ്റൊരു ഗ്രൂപ്പുമുണ്ട്. സൈബർ ഇടത്തിൽ ഈ രാഹുൽ വിഷയമാണ് വലിയൊരു യുദ്ധമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.